ഹലോ ഗൈസ് അറിയില്ലേ? പറഞ്ഞോ. നമുക്ക് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എനിക്ക് പറയാൻ പറ്റുമോ? ചേച്ചിയുടെ പറഞ്ഞു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ഡ്യൂ ഡയറീസ്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ പേര് വരെ ഞങ്ങളിതുവരെ പറഞ്ഞിട്ടില്ല യൂട്യൂബ് ചാനലിൽ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് ജസ്റ്റ് നമ്മുടെ നെയിമെങ്കിലും നമ്മൾ പറയണമല്ലോ, നിങ്ങൾ ആരാ എന്താ എന്ന് വെച്ചിട്ട് കാണണേ. എനിക്കറിയാം അത് നല്ല നോയ്സ് ഉണ്ടോ അറിയില്ല. ഞങ്ങൾ പുറത്ത് ടെറസിൻ്റെ അവിടെയാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ ബാക്കിൽ ഒരു വീട് കിടക്കുന്നുണ്ട്, അവിടെ ആരും താമസിക്കുന്നില്ല. സോ ഇങ്ങനെ ഒരു കാട് പിടിച്ചോണം കിടക്കുകയാണ്. നല്ല വൈബാണ്. അപ്പോൾ ഇവിടെ കുറേ ഇപ്പം മറ്റു കിളികളും പിന്നെ അതുപോലെ തന്നെ കിളിൻ്റെ സൗണ്ട് നേരത്തെ കേൾക്കണം. പിന്നെ അതുപോലെ മറ്റേ മലയണ്ണാനൊക്കെ വരും ഇവിടെ, ഇപ്പോഴും വരുന്നുണ്ട്. ഇനി എപ്പോഴേലും വരുമ്പോൾ കാണുക വെച്ചാൽ ഞങ്ങൾ വീഡിയോ എടുക്കാം. അപ്പോൾ ഞങ്ങളുടെ നെയിം ഞങ്ങളിതുവരെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. സോ മൈ നെയിം ഈസ് ശിൽപ ആൻഡ് ഷീസ് അഞ്ജന. എനിക്ക് ചിരി വരും. അങ്ങനെ ഓക്കെ. അപ്പോൾ എന്താ പറയുക, ഞാനാണ് മൂത്തത്, ഇവളെൻ്റെ താഴെയാണ്. അതെ അതെ, കണ്ടാൽ പറയില്ലെങ്കിലും അങ്ങനെയാണ്. തമാശിക്കല്ലേ അങ്ങനെ. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വരുന്നത്. നമ്മൾ പാർവതി അല്ലേ മറ്റേ പെണ്ണ് യൂട്യൂബർ ആങ്കർ, പാർവതിയുടെ ഒരു വൈറൽ ഫേസ് പാക്ക് ഒരു വീഡിയോ ഇല്ലേ. അപ്പോൾ ഞങ്ങളത് കണ്ടപ്പോൾ ഞങ്ങൾ കുറേ ട്രൈ ചെയ്യണം, ഞങ്ങൾ ട്രൈ ചെയ്തിട്ടിടാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങളതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഞങ്ങളുടേതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ബെറ്ററായിട്ട് വേറെയും വീഡിയോസ് എന്ന് വെച്ചാൽ ഞങ്ങളപ്പോൾ അത് മിക്സ് ചെയ്ത് ഞങ്ങളുടെ രീതിക്ക് ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അത് എങ്ങനെയായിരിക്കും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഇത് നമുക്ക് പിന്നെ ഫേഷ്യൽ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോവാനും പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളതിനൊക്കെ കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പോൾ നമുക്ക് എന്ന് നേരെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോയാലോ. അപ്പം ഞങ്ങൾ ഓക്കെ. അപ്പം നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇവിടെ 2 മുട്ടയാണ്. അപ്പം ഞങ്ങൾക്ക് 2 പേർക്ക് യൂസ് ചെയ്യാനുള്ളത് കൊണ്ടാണ് നമ്മൾ 2 മുട്ടയുടെ വെള്ള മാത്രമേ എടുക്കുന്നുള്ളൂ, യെല്ലോ നമ്മൾ എടുക്കുന്നില്ല. ഞങ്ങൾ ശരിക്കും ഒരാൾക്ക് യൂസ് ചെയ്യാൻ 1 മുട്ട മതിയായിരിക്കും. ഞങ്ങൾ 2 പേരായതുകൊണ്ട് 2 മുട്ട എടുത്തു. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ്. നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കാപ്പി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ എടുത്തിട്ടുള്ളത് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ചും കൂടിയും ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ അതില്ലാന്നുണ്ടെങ്കിൽ സാധാ നമ്മൾ വീട്ടിൽ നമ്മൾ കറിക്കൊക്കെ വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി ആണെങ്കിലും മതി. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കറക്റ്റ് സ്ക്രബ് എഫക്റ്റും കാര്യങ്ങളും കിട്ടും. അങ്ങനെ മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടിയിട്ട് നമ്മളെല്ലാം കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ആ മുട്ടയിൽ നല്ലോണം കറക്റ്റ് ഇതാവണം. എല്ലാം കൂടി നല്ലോണം ബ്ലെൻഡ് ആയതിനു ശേഷം നമുക്കിത് ഫേസിൽ പുരട്ടാം. അങ്ങനെ അതെ. അപ്പം നമ്മൾ ഫസ്റ്റ് ഇത് ഫേസിലല്ലേ അതൊക്കെ വേണം. ശരി, ഒന്നും നമ്മുടെ ഇല്ല, ഇങ്ങനെ പറ്റാൻ മതി. നിനക്കത് അത്യാവശ്യം പറഞ്ഞ പോലെ നെറ്റിയേ ഇല്ല, ഫുൾ സൈഡ് മൊത്തം മുടിയാ, തീരെ നെറ്റിയില്ല. മുടി വെച്ചിങ്ങനെ ആക്കണ മുട്ടയോ സത്യം. നമുക്കിത് ഫസ്റ്റ് നീ പറ്റിക്കും. അല്ല രണ്ടാളും പറ്റാളെ നമുക്ക് പറയട്ടാ ഗൈസ്. കണ്ണിന് മുകളിലിടണോ? ഇട്ടോ, ഉണ്ടാക്കിയതല്ല എന്തായാലും. ഇവിടെയോ നീ ഇട്ടോക്ക്. ഇട്ടിട്ട് 2 പേർ പരീക്ഷണ വസ്തു ഞാനല്ല.
ഓക്കെ, അപ്പോൾ ആദ്യം ഇത് എല്ലാം പരട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 ലെയർ പരട്ടുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടിഷ്യൂ എടുത്തിട്ട് ടിഷ്യൂ മൊത്തം ഫേസിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കേസ് ഞങ്ങൾക്കിത് വെക്കാൻ നല്ല ബുദ്ധിമുട്ട്, ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തത് അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. ഞങ്ങൾ അത് കറക്റ്റ് ടിഷ്യൂ ഇരിക്കുന്നുമില്ല, ഫുള്ള് പിന്നെ ഇങ്ങനെ ഫുള്ള് പോരുക, തരിതരിയായിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു അത് വെക്കാൻ വേണ്ടിയിട്ട്. അഞ്ജുവിൻ്റെ പിന്നെയായി, എൻ്റെ എന്തൊക്കെയോ ഇനി മനസ്സിലാവുന്നില്ല, എന്താണത് ശരിയാണോ ഒന്നും മനസ്സിലായില്ല, എന്തൊക്കെയോ ഞാൻ കാട്ടി വെച്ച്. പക്ഷെ എടുക്കുമ്പോ ആരുടെയാണോ വരിക? ക്രിസ്മസ് അപ്പൂപ്പനെ മാതിരി ഉണ്ട്. സത്യം, റെഡും അതും. അത് ശരിയാണെന്ന് ആൾക്കാരൊക്കെ എങ്ങനെ ഇത് ചെയ്യണല്ലേ? ഇത് എത്ര പേര് ചെയ്തു കമന്റ് ചെയ്യണട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെയായിരുന്നു, പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവരും പേര് മാന്യമായിട്ട് ഇരുന്ന് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് മാന്യത നടക്കില്ല. എല്ലാവരും ഒരു ഡീസൻ്റ് ആയിട്ട് ഇരുന്നിട്ട് ചെയ്യണം. അങ്ങനെ പ്രശ്നമൊന്നും അവർക്ക് കണ്ടില്ല. ഒരു ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ എവിടെയും ട്രൈ ചെയ്തിട്ടില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് തോന്നണില്ല. അവരുടെയൊക്കെ പോലെ പീൽ ചെയ്തെടുക്കാൻ പറ്റും. ഈ മൂക്ക് ശ്വാസം വിടാൻ ഓട്ടം വേണ്ടല്ലേ, മറന്നു. നല്ല എന്തോ പോലെ മുഖത്തെന്തോ വലിയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊന്നൊരു ഊട്ടുണ്ട്, കഴിയുമെന്ന് എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ അമ്മ ഞങ്ങളെ കൊല്ലും. അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ നമ്മൾ എങ്ങനെയൊക്കെയോ ടിഷ്യൂ ഒക്കെ വെച്ചു. ഒന്നും അധികം ശരിയായിട്ടൊന്നുമില്ല, എന്നാലും പറ്റുന്ന പോലെ വെച്ചു. ഇനി അതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും നമ്മളിത് അപ്ലൈ ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്ത മാതിരി തന്നെ എല്ലാം വീണ്ടും ഒരു വട്ടം കൂടി ഇതിൻ്റെ മുകളിൽ കൂടെ അപ്ലൈ ചെയ്ത് ഫുൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗൈസ്, ഇത് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. നല്ല കാറ്റുണ്ട് ഇവിടെ, നല്ല കാറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെ അല്ലേ, നല്ല കാറ്റുണ്ട്. ഉണ്ടാവും. അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ്സോളം ആയിട്ടുണ്ട് ഞങ്ങളത് ചെയ്തിട്ട്. അത്രയായി, അത്രയൊക്കെ മതിയായിരിക്കും. ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഇടയിൽ കുറച്ചും കൂടി പരട്ടിയോണ്ട് കുറച്ചൊരു നനവുണ്ട്, അതാണ് ഉണ്ടായത്. അപ്പോൾ ഇനി ഞങ്ങൾക്കിനി അമ്പലത്തിൽ പോകും വേണം. നമുക്കിനി അതാണ് ശരിയാവില്ല. ഒട്ടി പിടിച്ചിട്ടാ അല്ലേ? ഒട്ടി പിടിച്ചത് ഇങ്ങോട്ടാണോ വലിക്കുക? ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നൊക്കെ പറയണോ? ഓപ്പോസിറ്റ്. സോറി, ഈശ്വര ഇതൊക്കെ നല്ല ഇതായിട്ട് കേട്ടോ. ഒറ്റ നേരം വെക്കാൻ പറ്റുമോ? അങ്ങനത്തെ സ്ഥലം കട്ടി ഒടി ഒട്ടി പിടിച്ച് സത്യത്തിൽ കുറച്ചുകൂടെ ഉണങ്ങാണ്ട് തോന്നുന്നു. ഒറ്റ നേരം മതി തോന്നുന്നുണ്ട്. ഒരു നേരം മതി തോന്നുന്നു. ആ എനിക്ക് വേനെടുക്കണ്ടേ, മൂക്കിൻ്റെ അവിടെ സത്യത്തിലുണ്ടായിട്ടില്ലേ? നമുക്ക് അത്യാവശ്യം തട്ടി മുടി അവിടുത്തെ എടുത്ത് പിടിച്ചു. അതാണ് പ്രശ്നം. ഇത് നല്ല പക്ഷേ രസമല്ലേ ഈ ഒരു വേദന? എനിക്കിഷ്ടം, എനിക്കിഷ്ടം. കുറച്ച് അതെ ചേച്ചിയല്ല കേട്ടോ. എൻ്റെ ഓൾമോസ്റ്റ് എടുത്തു. നമുക്കിത് മൊത്തം കഴുകിയിട്ട് വരാം ഞങ്ങൾ, എന്നിട്ട് ഫൈനൽ ലുക്ക് എന്താ നോക്കി നോക്കാം. ഓക്കെ, എനിക്ക് ബ്ലാക്ക് ഹെഡ് ഒന്നും ഇല്ല കൊണ്ടോ. ഞങ്ങളിത് കഴുകിയിട്ട് വന്നു. പക്ഷെ അടിപൊളി പാക്ക് കിട്ടോ നമുക്ക്. സത്യത്തിന് നല്ല പോലെ വരുന്നുണ്ട് കേട്ടോ, നല്ലൊരു മാറ്റം ഉണ്ട് അല്ലേ? ഉണ്ട്.
നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റമുണ്ട്, അടിപൊളി. കഴുകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കഴുകി വരുമ്പോൾ നമുക്ക് ആ ടാനൊക്കെ അത്യാവശ്യം റിമൂവ് ആവുന്നുണ്ട്. ചെറുതായിട്ട് ടാൻ അടിച്ച പോലെ തോന്നിയായിരുന്നു. ടാനൊക്കെ റിമൂവ് ആവുന്നുണ്ട്. കൊള്ളാം. അപ്പോൾ എന്തായാലും നല്ലൊരു പാക്കാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുറച്ച് ടൈം എടുക്കും. കുറച്ച് ടൈം എടുക്കും എന്തായാലും. നമ്മുടെ ഒരു 1/2 hour എന്തായാലും വേണം ചെയ്യാൻ. കാരണം 1 മണിക്കൂർ മാറ്റിയിരിക്കണം. 1 മണിക്കൂർ പിടിച്ച് വരണ്ടേ? അത് ശരിയോ, ഒട്ടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട്. ഞങ്ങൾക്ക് പേഴ്സണലി നല്ല ബുദ്ധിമുട്ട് തോന്നി. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ നല്ല ബുദ്ധിമുട്ടി ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഇത് ഉണങ്ങാനാണെങ്കിലും അത്യാവശ്യം ടൈം എടുക്കും. ഞങ്ങളൊരു 20 ഇപ്പം നമുക്ക് നേരില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നു കുറച്ച് നേരം കൂടി ഇരുന്ന് 1/2 മണിക്കൂർ വെച്ചാൽ നന്നായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്ത് കറക്റ്റ് ഇങ്ങനെ നല്ല ഉണങ്ങിയിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒരു വട്ടം ചെയ്യുന്നത് നമുക്ക് നല്ലതായിരിക്കും. ഒരു ടാനൊക്കെ റിമൂവ് ആവുന്നുണ്ട് നല്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി തോന്നുന്നു. ഓക്കെ, ഞങ്ങളത് ട്രൈ ചെയ്തു. കുറേ കാലമായി വിചാരിക്കുന്നു ആ ഒരു പാക്ക് ട്രൈ ചെയ്യണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ നീണ്ടു പോയതാണ് അങ്ങനെ. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. പിന്നെ ഇന്നത്തെ നമുക്ക് വീഡിയോ ഞങ്ങൾക്ക് ഇനി വേഗം കുളിച്ച് അമ്പലത്തിൽ പോകണം. അമ്മ ഇറങ്ങി, വേഗം കുളിച്ചിട്ട് ഞങ്ങൾക്ക് പോകണം. ശരിയല്ല, സീനാവും. അപ്പം അപ്പം പിന്നെ ഞങ്ങൾ പോവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് അങ്ങനെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ബൈ.